എല്ലാവർക്കും നമസ്കാരം. മാത്തമാറ്റിക്സ് ഫോർ ഇൻഫർമേഷൻ സയൻസ് ഗ്രൂപ്പ് എ GAMAT 101 CS IT ബ്രാഞ്ചിലെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലെയും കുട്ടികൾ പഠിക്കുന്ന മാത്തമാറ്റിക്സിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ഫൈനൽ പാർട്ടിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത്. 14ാമത്തെ പാർട്ടിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത് കേട്ടോ. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ സിലബസ് പ്രകാരം സിലബസിലെ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ അവസാനത്തെ ടോപ്പിക്കാണ്. ടോപ്പിക്കിൻ്റെ പേര് ഇങ്ങനെയാണ്, കോൺകേവിറ്റി എന്നാണ് ടോപ്പിക്കിൻ്റെ പേര്. എന്താണ് കോൺകേവിറ്റി? കോൺകേവിറ്റി എന്ന് പറയുന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് അറിയണം, ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും 100% ഒരു ക്വസ്റ്റ്യൻ എന്തിൽ നിന്നുണ്ടാവും? കോൺകേവിറ്റിയിൽ നിന്നുണ്ടാവും. കമ്പാരിറ്റീവ്ലി എളുപ്പമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. അപ്പോൾ ഇതുവരെയുള്ള പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ എല്ലാം നിങ്ങളുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനും സ്കോർ ചെയ്ത് മാറാനും പറ്റുന്ന ടോപ്പിക്കാണ് കോൺകേവിറ്റി എന്ന് പറയുന്ന ടോപ്പിക്ക്. ഓക്കെ, സോ അപ്പോൾ എന്താണ് കോൺകേവിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സംഭവം നമുക്ക് ആദ്യം വായിച്ചു നോക്കാം. കോൺകേവിറ്റി ഡിസ്ക്രൈബ്സ് ദ കർവേച്ചർ ഓഫ് എ ഗ്രാഫ് ഓഫ് എ ഫംഗ്ഷൻ. അപ്പോൾ ഒരു ഫംഗ്ഷൻ്റെ ഗ്രാഫിൻ്റെ കർവേച്ചർ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒന്നാണ് കോൺകേവിറ്റി എന്ന് പറയുന്നത്. ഒരു ഫംഗ്ഷൻ ഒന്നില്ലെങ്കിൽ കോൺകേവ് അപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ ആ ഫംഗ്ഷൻ എന്തായിരിക്കാം? കോൺകേവ് ഡൗൺ ആയിരിക്കാം. ഓക്കെ, ഒന്നില്ലെങ്കിൽ ആ ഒരു ഫംഗ്ഷൻ പൂർണ്ണമായിട്ടും കോൺകേവ് അപ്പ് ആവാം, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ പൂർണ്ണമായിട്ടും കോൺകേവ് ഡൗൺ ആവാം, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഇൻ്റർവെല്ലിൽ മാത്രം ഒരു ഫംഗ്ഷൻ കോൺകേവ് അപ്പ് ആവാം, എന്നിട്ട് മറ്റൊരു ഇൻ്റർവെല്ലിൽ ആ ഫംഗ്ഷൻ കോൺകേവ് ഡൗൺ ആവാം, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും കോൺകേവ് അപ്പ് ആവാം, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും കോൺകേവ് ഡൗൺ ആവാം. ഇതൊക്കെ അതിൻ്റെ പോസിബിലിറ്റീസ് ആണ്. അപ്പോൾ എന്താണ് ആക്ച്വലി കോൺകേവ് അപ്പ്, കോൺകേവ് ഡൗൺ എന്നൊക്കെ പറയുന്നത്? അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഒരു ഗ്രാഫ് ഞാൻ എക്സാമ്പിളായിട്ട് എടുക്കുകയാണ്. ഇപ്പോൾ സൈനസോയിഡൽ കർവ് പോലെയുള്ള ഒരു ഗ്രാഫ് ഞാനിങ്ങനെ എക്സാമ്പിളായിട്ട് എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു കർവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ കോൺകേവ് അപ്പ്, കോൺകേവ് ഡൗൺ ഒക്കെ പറയാൻ പോകുന്നത്. ഞാൻ ഈ കർവിലുള്ള പോയിന്റ്സിലൂടെ ഒക്കെ എനിക്ക് എന്ത് വരയ്ക്കാൻ പറ്റും? ടാൻജൻറ്റുകൾ വരയ്ക്കാൻ പറ്റും. ശരിയാണല്ലോ? അപ്പോൾ ഞാൻ ഇവിടെ ഒരു പോയിന്റ് എടുത്തു, ഇവിടെ ഒരു പോയിന്റ് എടുത്താൽ എനിക്ക് ഇങ്ങനെ ടാൻജൻറ്റ് വരയ്ക്കാൻ പറ്റും. ശരിയല്ലേ? ഈ കർവിനുള്ള പോയിന്റ്സിലൂടെ ഒക്കെ എനിക്ക് ടാൻജൻസ് വരയ്ക്കാം. അപ്പോൾ ഇങ്ങനെ ടാൻജൻറ്റ് വരയ്ക്കുമ്പോൾ ആ ടാൻജൻറ്റിൻ്റെ താഴെയാണ് കർവ് വരുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് അതേപോലെ തന്നെ ഇവിടെയും ടാൻജൻറ്റ് വരയ്ക്കാമല്ലോ. ഇവിടുത്തെ പോയിന്റുകളിലൂടെ എനിക്ക് ടാൻജൻറ്റ് വരയ്ക്കാം. ശരിയല്ലേ? ഇവിടെ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ ടാൻജൻറ്റ് വരയ്ക്കാം. ശരിയാണല്ലോ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പം ഇങ്ങനെയൊക്കെ എനിക്ക് ടാൻജൻറ്റുകൾ വരയ്ക്കാം. ഈ ടാൻജൻറ്റ് ലൈൻസിൻ്റെ താഴെയാണ് നമ്മുടെ കർവ് വരുന്നതെങ്കിൽ അതിനെയാണ്, താഴെ എന്ന് പറയുമ്പോൾ ഡൗൺ ആണല്ലോ, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? കോൺകേവ് ഡൗൺ എന്നുള്ള പേരിട്ട് വിളിക്കുക. എന്താണ്? കോൺകേവ് ഡൗൺ. ടാൻജൻറ്റ് ലൈൻസിൻ്റെ താഴെയാണ് കർവ് വരുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ കോൺകേവ് ഡൗൺ എന്നുള്ള പേരിട്ട് വിളിക്കുക. അതൊരു തൊപ്പിയുടെ ഷേപ്പ് അല്ലേ, ഒരു ക്യാപ്പിൻ്റെ ഷേപ്പാണ്. ശരിയല്ലേ? അപ്പോൾ അതിനെയാണ് നമ്മൾ ക്യാപ്പ് എന്നുള്ള പേരിട്ട് വിളിക്കുക. കോൺകേവ് ഡൗണിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരെന്താണ്? ക്യാപ്പ് എന്നുള്ളൊരു പേരിട്ടാണ് വിളിക്കുക. അതേപോലെ തന്നെ ടാൻജൻറ്റ് ലൈൻസിന് മുകളിലാണ് കർവ് വരുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ കോൺകേവ് അപ്പ് എന്നുള്ള പേരിട്ട് വിളിക്കുക. എന്താണ്? കോൺകേവ് അപ്പ് എന്നുള്ള പേരിട്ട് വിളിക്കുക. ശരിയല്ലേ? അതൊരു കപ്പിൻ്റെ ഷേപ്പ്, ഇങ്ങനെ താഴ്ന്നൊരു കപ്പിൻ്റെ ഷേപ്പിലല്ലേ വരിക. അപ്പോൾ അതിനെയാണ് നമ്മൾ കപ്പ് ഷേപ്പ്ഡ് എന്ന് പറയുക, കപ്പ്. കോൺകേവ് അപ്പിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് കപ്പ്. കോൺകേവ് ഡൗണിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്ത്? ക്യാപ്പ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താണ് കോൺകേവ് അപ്പ് എന്ന് ഞാൻ പറഞ്ഞു, എന്താണ് കോൺകേവ് ഡൗൺ എന്ന് ഞാൻ പറഞ്ഞു. ഇനി നമ്മളിങ്ങനെ ടാൻജൻറ്റ് ലൈൻസ് വരയ്ക്കുമ്പോൾ എനിക്ക് ഈ പോയിന്റുകളിലൊക്കെ ടാൻജൻസ് വരയ്ക്കാം. ഇവിടെ ഇങ്ങനെ ടാൻജൻറ്റ് വരയ്ക്കാം. ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എത്തുന്ന സമയത്ത് നമുക്ക് ആ ടാൻജൻറ്റ് രണ്ടായിട്ട് തിരിയും. അതായത് ആ കർവിൻ്റെ മുകളിലൂടെ ടാൻജൻറ്റ് പോകുന്നുണ്ടാവും, ഒരു പർട്ടിക്കുലർ പോയിന്റ് ആകുമ്പോൾ താഴെ കൂടെ ടാൻജൻറ്റ് പോകുന്നുണ്ടാവും. അതായത് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എത്തുമ്പോഴത്തേക്കിനും അതെന്താവും? കോൺകേവ് അപ്പിൽ നിന്നും കോൺകേവ് ഡൗണിലേക്ക് മാറും, അല്ലെങ്കിൽ കോൺകേവ് ഡൗണിൽ നിന്നും കോൺകേവ് അപ്പിലേക്ക് മാറും, അല്ലേ? അതായത് ഒരു ഫംഗ്ഷൻ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ കോൺകേവ് ഡൗണിൽ നിന്നും കോൺകേവ് അപ്പിലേക്ക് മാറുന്നതിനെ, അത് ആ ഒരു പർട്ടിക്കുലർ പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റിനെ നമ്മൾ ഏത് പോയിന്റിൽ വെച്ചാണോ ഇത് സംഭവിക്കുന്നത്, അതായത് നമ്മൾ ടാൻജൻറ്റുകൾ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് മുകളിലൂടെ ടാൻജൻറ്റ് വരയ്ക്കാൻ പറ്റില്ല, പിന്നെ നമുക്ക് താഴെ കൂടെ ടാൻജൻറ്റ് വരയ്ക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വരുന്ന ഒരു പർട്ടിക്കുലർ പോയിന്റ് ഉണ്ടല്ലോ, ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ ഏത് പേരിട്ട് വിളിക്കുക? ദിസ് പോയിന്റ് ഈസ് കോൾഡ് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് വിളിക്കും. എന്താണ്? പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ. ഇപ്പം ഞാൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്കുകൾ പറഞ്ഞു. കോൺകേവ് അപ്പ് എന്താണെന്ന് പറഞ്ഞു, അതിനെ വിളിക്കുന്ന മറ്റൊരു പേര് കപ്പ് എന്നാണെന്ന് പറഞ്ഞു. കോൺകേവ് ഡൗൺ എന്താണെന്ന് പറഞ്ഞു,
അതിനെ വിളിക്കുന്ന മറ്റൊരു പേര് ക്യാപ്പ് എന്നാണ് പറഞ്ഞു. എന്താണ് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്നുള്ളതും പറഞ്ഞു തന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും ബേസിക് ആയിട്ടുള്ള ഐഡിയ ഉണ്ടായല്ലോ. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി ഇതെങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ പ്രൊസീജിയർ സ്റ്റെപ്സ് ആണ് യൂസ് ചെയ്യുക. നമ്മുടെ കയ്യിൽ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. നമ്മൾ കോൺകേവിറ്റി ചെക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ആണ്. സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ടെസ്റ്റ് ആണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുക? കോൺകേവിറ്റി കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുക. അപ്പോൾ അത് സിലബസിൽ എടുത്തു പറയുന്നുണ്ട്. സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ടെസ്റ്റ് ഫോർ കോൺകേവിറ്റി. കോൺകേവിറ്റി കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കണം? സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ടെസ്റ്റ് ഉപയോഗിക്കണം. ഓക്കെ, അപ്പം സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ആണ് ആക്ച്വലി എന്ത് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ഒരു ഫംഗ്ഷൻ്റെ കോൺകേവിറ്റി ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ബേസിക്കായിട്ട് നമ്മൾ ഓർത്തിരിക്കുക. ഇനി അതിൻ്റെ പ്രൊസീജിയർ സ്റ്റെപ്സ് നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മുടെ കയ്യിൽ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ഉണ്ടാവും. ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എഫ് ഡാഷ് എക്സ് കണ്ടുപിടിക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എഫ് ഡബിൾ ഡാഷ് എക്സ് കണ്ടുപിടിക്കുക. മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ കണ്ടുപിടിക്കുക. പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? നമ്മുടെ ഈ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ആയിട്ടുള്ള എഫ് ഡബിൾ ഡാഷ് എക്സിനെ നമ്മൾ സീറോയുമായിട്ട് ഇക്വേറ്റ് ചെയ്താൽ മതി. സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവിനെ സീറോയുമായിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന പോയിന്റ്സിനെയാണ് നമ്മൾ ഏത് പേരിട്ട് വിളിക്കുക? പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ. അപ്പോൾ ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ആൻസറായി. 1 മാർക്ക് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ 3 മാർക്ക് ക്വസ്റ്റ്യനിൽ വരെ സ്പ്ലിറ്റ് ഉണ്ടാവാം. ഒരു 1 മാർക്ക് ക്വസ്റ്റ്യനും 2 മാർക്ക് ക്വസ്റ്റ്യനുമായിട്ട് ചോദിക്കാം. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, 1 മാർക്കിന് ചോദിക്കാം. വാട്ട് ഡു യു മീൻ ബൈ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ഇൻ കോൺകേവിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ പോയിന്റ് അറ്റ് വിച്ച് എ കോൺകേവ് ഡൗൺ ബിക്കംസ് കോൺകേവ് അപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതി വയ്ക്കാം. കോൺകേവ് ഡൗണിൽ നിന്നും കോൺകേവ് അപ്പിലേക്ക് മാറുന്ന പോയിന്റിനെയാണ് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് വിളിക്കുന്നത്. അത് ഒരു ഡെഫിനിഷൻ. മറ്റൊരു ഡെഫിനിഷൻ നിങ്ങൾക്ക് പറയണമെങ്കിൽ എന്ത് പറയാം? ദ പോയിന്റ് അറ്റ് വിച്ച് ദ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ ബിക്കം സീറോ ഈസ് കോൾഡ് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ. ഫംഗ്ഷൻ്റെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് സീറോ ആവുന്ന പോയിന്റിനെയാണ് നമ്മൾ ഏത് പേരിട്ട് വിളിക്കുക? പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്നുള്ള പേരിട്ട് വിളിക്കുക. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കട്ടെ. ഇപ്പോൾ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ഡബിൾ ഡാഷ് എക്സ് സീറോ ആവുന്ന പോയിന്റിനെയാണ് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്നുള്ള പേരിട്ട് വിളിക്കുന്നത്. ഓക്കെ ആണെന്ന് വിചാരിക്കട്ടെ. അപ്പം ഈ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ കണ്ടുപിടിക്കും. എഫ് ഡബിൾ ഡാഷ് എക്സ് സീറോ ആയിട്ട് എക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂസ് കിട്ടും. എക്സിൻ്റെ വാല്യൂ ഇങ്ങനെ എ ബി സി അങ്ങനെ വാല്യൂസ് കിട്ടുന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതിനുശേഷം നമ്മളൊരു നമ്പർ ലൈൻ വരയ്ക്കണം. നമ്പർ ലൈൻ വരച്ചിട്ട് ഈ പോയിന്റുകളൊക്കെ നമ്മളതിൽ മാർക്ക് ചെയ്യണം. ഞാനിപ്പോൾ ഉദാഹരണം ജസ്റ്റ് 2 പോയിന്റ് എടുത്തേ ഉള്ളൂ. എ എന്നുള്ള പോയിന്റ് മാർക്ക് ചെയ്യുക, ബി എന്നുള്ള പോയിന്റ് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇൻ്റർവെൽസ് ഫോം ചെയ്യുക. -∞ മുതൽ എ വരെ ഒരു ഇൻ്റർവെല്, എ മുതൽ ബി വരെ ഇൻ്റർവെല്, ബി മുതൽ ഇൻഫിനിറ്റി വരെ ഇൻ്റർവെല്. ഈ ഇൻ്റർവെൽ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, എല്ലായിടത്തും ഓപ്പൺ ബ്രാക്കറ്റ് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുക. കാരണം ക്ലോസ്ഡ് ബ്രാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ പോയിന്റിൽ ആ ഫംഗ്ഷൻ ഇൻഫ്ലക്ഷൻ ആണ്. പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഓപ്പൺ ബ്രാക്കറ്റ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇൻഫിനിറ്റി എല്ലായ്പ്പോഴും എന്താണെന്ന് അറിയാം? ഓപ്പൺ ബ്രാക്കറ്റ് ആണെന്ന് അറിയാം. അപ്പോൾ ഈ രീതിയിൽ എന്ത് ചെയ്യുക? നമ്മൾ ഈ പോയിന്റ്സ് ഈ ഇൻ്റർവെൽസ് മാർക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഉണ്ടല്ലോ, നമ്മുടെ കയ്യിൽ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എഫ് ഡബിൾ ഡാഷ് എക്സ് നമ്മുടെ കയ്യിലുണ്ട്. ഓരോ ഇൻ്റർവെല്ലിലെ ഒരു ചെക്ക് പോയിന്റ് നമ്മൾ കൊടുക്കണം. അപ്പോൾ ഈ ഇൻ്റർവെല്ലിൽ നിന്ന് -∞ മുതൽ എ വരെയുള്ള ഇടയ്ക്കുള്ള ഒരു പോയിന്റ് ഞാനിപ്പോൾ ഒന്ന് ജസ്റ്റ് ബ്ലാക്കിൽ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ആ പോയിന്റ് ജസ്റ്റ് x0 എന്ന് പറഞ്ഞൊരു പോയിന്റ് ആണെന്ന് വിചാരിച്ചോളൂ. ആ പോയിന്റ് ഞാൻ എഫ് ഡബിൾ ഡാഷ് എക്സിൽ കൊടുക്കുകയാണ്. അപ്പോൾ ആ ഇൻ്റർവെൽ ഞാൻ എഴുതണം. ഇൻ -∞ എ എന്നുള്ള ഇൻ്റർവെല്ലിൽ ഞാൻ എഫ് ഡബിൾ ഡാഷ് ആ പോയിന്റ് x0 കൊടുക്കും. അന്നേരം എനിക്ക് 2 പോസിബിലിറ്റി ഉണ്ട്. എന്തൊക്കെയാണ് 2 പോസിബിലിറ്റി? ഒന്നില്ലെങ്കിൽ എനിക്ക് ആ എഫ് ഡബിൾ ഡാഷ് ഓഫ് x0 ഇതിലേതെങ്കിലും ഒരെണ്ണേ സംഭവിക്കത്തുള്ളൂ കേട്ടോ. എഫ് ഡബിൾ ഡാഷ് ഓഫ് x0 ഗ്രേറ്റർ ദാൻ 0 കിട്ടാം. ഗ്രേറ്റർ ദാൻ 0 കിട്ടുവാണെങ്കിൽ ഞാൻ പറയും അത് കോൺകേവ് അപ്പ് ആണെന്ന് പറയും. എന്താണ്? കോൺകേവ് അപ്പ് ആണെന്ന് പറയും. അല്ലെങ്കിൽ ഓർ ആണേ, ഇതിലേതെങ്കിലും ഒന്നേ സംഭവിക്കത്തുള്ളൂ. ഈ എഫ് ഡബിൾ ഡാഷ് x0 എനിക്ക് ലെസ് ദാൻ 0 കിട്ടാം. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് പറയും? അത് കോൺകേവ് ഡൗൺ ആണെന്ന് പറയും. കോൺകേവ് ഡൗൺ ആണെന്ന് പറയും. ഓക്കെ, അപ്പോൾ ആ ഇൻ്റർവെല്ലിൽ ഏതെങ്കിലും ഒന്ന് എനിക്ക് കിട്ടും. ഒന്നില്ലെങ്കിൽ അത് കോൺകേവ് അപ്പായിട്ട് എനിക്ക് കിട്ടും, അല്ലെങ്കിൽ എന്ത് കിട്ടും? അതൊരു കോൺകേവ് ഡൗൺ ആയിട്ട് എനിക്ക് കിട്ടും. അപ്പോൾ ഒരു ഇൻ്റർവെല്ലിലെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ഇൻ്റർവെല്ലിൽ വേണമെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എഴുതാം. ഇനി നമുക്ക് ചില ഫംഗ്ഷനൊക്കെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എടുത്തു കഴിയുമ്പോൾ തന്നെ ഇത് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0 ആണെന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് നമുക്ക് കിട്ടും. പോസിബിലിറ്റീസ് ഒക്കെ പറയുകയാണെ, ചില ഫംഗ്ഷന് എഫ് ഡബിൾ ഡാഷ് എക്സ് കണ്ടുപിടിക്കുക, പോയിന്റ് ഒന്നും കൊടുക്കണ്ട. ഇപ്പോൾ x-1 ഹോൾ സ്ക്വയർ ആണെന്ന് വിചാരിക്കട്ടെ.
ഒരു എക്സാമ്പിൾ പറയുകയാണേ, എഫ് ഡബിൾ ഡാഷ് എക്സിലേക്ക് എത്തിയപ്പോൾ എനിക്ക് എക്സ് മൈനസ് വൺ ഹോൾ സ്ക്വയർ കിട്ടി. ഇയാൾക്ക് എപ്പോഴെങ്കിലും നെഗറ്റീവ് ആകാൻ പറ്റുമോ? ഇയാൾക്ക് ജന്മം ചെയ്താൽ ഇയാൾക്ക് നെഗറ്റീവ് ആകാൻ പറ്റത്തില്ല, ശരിയല്ലേ? എക്സിന് എന്ത് കൊടുത്താലും എനിക്കിത് നെഗറ്റീവ് ആകാൻ പറ്റത്തില്ല. ഇതെല്ലാം ഇപ്പോഴും ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ ഇത് ഓൾവേസ് കോൺകേവ് അപ്പാണ്, അല്ലേ? ഓൾവേസ് കോൺകേവ് അപ്പാണെന്ന് എനിക്ക് പറയാം, ശരിയാണല്ലോ? അപ്പോൾ ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് ചെക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇനി ചില സാധനം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതേപോലെ തന്നെ എഫ് ഡബിൾ ഡാഷ് എക്സ് എന്ന് പറയുന്നത് മൈനസ് എക്സ് സ്ക്വയറും എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് ഇരിക്കട്ടെ. എക്സിന് 0-നേക്കാൾ വലിയ വില കൊടുക്കാൻ പറ്റുള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ മൈനസ് എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ ഇതും എല്ലായ്പ്പോഴും എന്തായിരിക്കും? ലെസ് ദാൻ 0 ആയിരിക്കും. ഈ മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ആള് എക്സിന് ഏത് വില കൊടുത്താലും അത് പോസിറ്റീവ് ആക്കുകയും നെഗറ്റീവ് കൊടുത്താലും സ്ക്വയർ എടുത്ത് പോസിറ്റീവ് ആക്കും. പക്ഷെ പുറത്തൊരു മൈനസ് ഉള്ളതുകൊണ്ട് ഇതെന്താണ്? ഓൾവേസ് ലെസ് ദാൻ 0 ആണ്. അപ്പോൾ ഇയാൾക്ക് ഒരിക്കലും പോസിറ്റീവ് ആകാൻ പറ്റത്തില്ല. ഇയാൾക്ക് ജന്മം ചെയ്താൽ ഈ മൈനസ് എക്സ് സ്ക്വയർ എന്നുള്ള ഫംഗ്ഷന് പോസിറ്റീവ് ആകാൻ പറ്റത്തില്ല. അപ്പോൾ ഇതെന്തായിരിക്കും? ഓൾവേസ് കോൺകേവ് ഡൗൺ ആയിരിക്കും, ശരിയല്ലേ? ഓൾവേസ് കോൺകേവ് ഡൗൺ ആയിരിക്കും. ഇനി ചില ഫംഗ്ഷൻ ഞാൻ പറഞ്ഞു എല്ലായ്പ്പോഴും കോൺകേവ് അപ്പ് ആവാം, അല്ലെങ്കിൽ എല്ലായ്പ്പോഴും കോൺകേവ് ഡൗൺ ആവാം. ഇനി ചില ഫംഗ്ഷൻ ചില ഇന്റർവെല്ലിൽ കോൺകേവ് അപ്പ് ആവാം, ചില ഇന്റർവെല്ലിൽ കോൺകേവ് ഡൗൺ ആവാം. അങ്ങനെ ഇന്റർവെല്ലിൽ വരുന്ന കേസാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഒരു ഇന്റർവെല്ലിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി വേണമെങ്കിൽ ഓട്ടോമാറ്റിക്കലായിട്ട് എഴുതാം. നമുക്കിപ്പോൾ ഈ ഇന്റർവെല്ലിൽ മൈനസ് ഇൻഫിനിറ്റി മുതൽ എ വരെ എനിക്ക് കോൺകേവ് അപ്പാണ് കിട്ടിയെന്ന് വിചാരിക്കാം. അതിൻ്റെ തൊട്ടടുത്ത ഇന്റർവെല്ലിൽ എല്ലായ്പ്പോഴും എന്തായിരിക്കും? കോൺകേവ് ഡൗൺ ആയിരിക്കും. ഓൾവേസ് കോൺകേവ് അപ്പ് അല്ല ഇന്റർവെല്ല് വരുന്ന കേസാണെങ്കിൽ എന്നാണ് ഞാൻ പറഞ്ഞത്. ചിലത് നമുക്ക് ഓൾവേസ് കോൺകേവ് അപ്പ് ആണെന്ന് പറയാൻ പറ്റും. ഈ ഓൾവേസ് കോൺകേവ് അപ്പ് നമ്മൾ പോയിന്റ് കണ്ടുപിടിച്ച് 2 ഇന്റർവെൽ ആക്കിയാൽ പോലും ആ 2 ഇന്റർവെല്ലിലും കോൺകേവ് അപ്പ് തന്നെ ആയിരിക്കും. അത് പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ പറ്റുന്ന കേസുകളിലാണ്. അങ്ങനെ പറ്റാത്ത കേസുകളിലാണ് ഞാൻ പറയുന്നത് ഒരു ഇന്റർവെല്ലിൽ കോൺകേവ് അപ്പ് ആണെങ്കിൽ അടുത്ത ഇന്റർവെല്ലിൽ കോൺകേവ് ഡൗൺ ആയിരിക്കും. വീണ്ടും അടുത്ത ഇന്റർവെല്ലിൽ എന്തായിരിക്കും? കോൺകേവ് അപ്പ് ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ മൈനസ് ഇൻഫിനിറ്റി ടു എ യൂണിയൻ ബി ടു ഇൻഫിനിറ്റിയിൽ അത് കോൺകേവ് അപ്പും എ ടു ബിയിൽ അത് കോൺകേവ് ഡൗണും ആയിരിക്കും. അപ്പം ഇങ്ങനെ പല പല പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ 3 വരുന്ന കേസ് മാക്സിമം നിങ്ങൾക്ക് ചോദിക്കുള്ളൂ, 3 ഇന്റർവെൽസ് വരുന്ന കേസ്. അപ്പം നിങ്ങൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഓരോ ഇന്റർവെല്ലിലും ചെക്ക് പോയിന്റ് എടുത്തിട്ട് കാണിക്കാം. നമുക്കൊരു ജനറൽ ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി ഒരു ജനറൽ ഐഡിയ കിട്ടും. എങ്കിൽ പോലും ഓരോ ഇന്റർവെല്ലിനെയും ചെക്ക് ചെയ്യുന്നത് പോലെ നിങ്ങൾ എന്ത് ചെയ്യണം? എക്സാമിന് കാണിക്കണം. ഓക്കെ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, പെട്ടെന്ന് എഴുതി തീർക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. കാരണം ഇതിന്റെ റിസൾട്ട് ഇതായിരിക്കും എന്ന് ഒരു പ്രിജുഡിസം നമ്മുടെ മനസ്സിൽ മുൻകൂട്ടി ഉണ്ട് താനും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്കത് പെട്ടെന്ന് തന്നെ പ്രസന്റ് ചെയ്യാനായിട്ടും പറ്റും. ഓക്കെ അല്ലേ? ക്ലിയർ ആണെന്ന് വിചാരിക്കട്ടെ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കുറെ കൂടെ ക്ലിയർ ആവും. നോക്കാം നമുക്ക്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഫൈൻഡ് ദ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് മൈനസ് എക്സ് സ്ക്വയർ. ഇപ്പോൾ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ മാത്രമാണ് ഈ ക്വസ്റ്റ്യനകത്ത് ചോദിക്കുന്നത്. ഇത് ചോദിക്കാറുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യുക? അതിൻ്റെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിന് നമ്മൾ 0 ആയിട്ട് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവിനെ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് എക്സ് കണ്ടുപിടിക്കുക. ആ പോയിന്റിനെയാണ് നമ്മൾ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്നുള്ള പേരിട്ട് വിളിക്കുന്നത്. നോക്കാം. അപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ആരാ? ഇ റൈസ് ടു എക്സ് മൈനസ് എക്സ് സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇപ്പുറത്തെ ഡെഫിനിഷൻ പറഞ്ഞായിരുന്നു. എഫ് ഡബിൾ ഡാഷ് എക്സ് 0 ആവുന്ന പോയിന്റിനെയാണ് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്നുള്ള പേരിട്ട് വിളിക്കുന്നത്. ഓക്കെ, ഈ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എഫ് ഡാഷ് എക്സ് 0 ആവുന്ന പോയിന്റിനെ എന്താ വിളിക്കുന്നതെന്ന് ഓർമ്മയുണ്ടോ? നിങ്ങൾ പ്ലസ് വണ്ണിൽ പഠിച്ചിട്ടില്ല, പ്ലസ് 2 പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു മക്കളെ ആ പേര്? ആ പോയിന്റിനെ വിളിക്കുന്ന പേരാണ്, ഈ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് 0 ആവുന്ന പോയിന്റിനെ വിളിക്കുന്ന പേരാണ്. പലരുടെയും മനസ്സിൽ ഇങ്ങനെ വന്നു, എന്തായിരുന്നു? ക്രിട്ടിക്കൽ പോയിന്റ് അല്ലേ? ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് 0 ആവുന്ന പോയിന്റിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് വിളിക്കുക. സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് 0 ആവുന്ന പോയിന്റിനെയാണ് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, നോക്കാം. എഫ് ഓഫ് എക്സ് നമ്മുടെ കയ്യിലുണ്ട്, ഇ റൈസ് ടു എക്സ് മൈനസ് എക്സ് സ്ക്വയർ. ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എഫ് ഡാഷ് എക്സ് കണ്ടുപിടിച്ചേ. ഇ റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു എക്സ് തന്നെ, എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x. സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എഫ് ഡബിൾ ഡാഷ് എക്സ് കണ്ടുപിടിക്കുക. എഗെയിൻ ഇ റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇ റൈസ് ടു എക്സ് തന്നെ, 2 × എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആയി പോകും. ഇപ്പോൾ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ എഫ് ഡബിൾ ഡാഷ് എക്സ് എന്തായിട്ട് ഇക്വേറ്റ് ചെയ്യണം? 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യണം. അപ്പോൾ എന്താണ് വരിക? ഇ റൈസ് ടു എക്സ് മൈനസ് 2 ഇസ് ഈക്വൽ ടു 0. ഇ റൈസ് ടു എക്സ് ഇസ് ഈക്വൽ ടു 2. അപ്പോൾ ഇവിടുന്ന് എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? രണ്ട് സൈഡിലും ലോഗരിതം എടുക്കണം അല്ലേ? ടേക്കിംഗ് ln നാച്ചുറൽ ലോഗരിതം എടുക്കാം ഓൺ ബോത്ത് സൈഡ്സ്. രണ്ട് സൈഡിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ലോഗരിതം എടുക്കുന്നു. അപ്പോൾ എന്താണ് വരിക? ln ഇ റൈസ് ടു എക്സ് ഇസ് ഈക്വൽ ടു ln 2 എന്ന് വരും.
ഇനി ലോഗരിത്തിന്റെ ഐഡന്റിറ്റി ഒക്കെ ഓർമ്മയുണ്ടോ? ln a⁻n എന്ന് പറഞ്ഞാൽ n ln a ആണ്. ശരിയല്ലേ? അപ്പം പവറിലുള്ള ആൾ നേരെ താഴെ വരും. x ഇൻറ്റു ln e ഈസ് ഈക്വൽ ടു ln2 എന്ന് വരും. ശരിയാണല്ലോ? സോ നാച്ചുറൽ ലോഗരിതം ഓഫ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ln e എന്ന് പറഞ്ഞാൽ എന്താണ്? ഇയുടെ ln എന്ന് പറയുന്നത് 1 ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ശരിയല്ലേ? അപ്പോൾ ln e 1 ആയി. അപ്പോൾ x ഈസ് ഈക്വൽ ടു എന്തെന്ന് വരും? ln2 എന്ന് വരും. ശരിയാണല്ലോ? സോ ഇതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ. ദെയർഫോർ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ x is equal to ln2. x is equal to ln2 ആണ് നമ്മുടെ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡിറ്റർമിൻ ദ കോൺകേവിറ്റി ഓഫ് f of x is equal to x cube minus 3x square plus 4. x cube minus 3x square plus 4 എന്ന് പറയുന്ന ഫംഗ്ഷന്റെ കോൺകേവിറ്റി ഡിറ്റർമിൻ ചെയ്യാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നോക്കാം. അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ എന്താണെന്ന് എടുത്ത് എഴുതി വയ്ക്കാം. f of x എന്താണ്? x ക്യൂബ് മൈനസ് 3x സ്ക്വയർ പ്ലസ് 4. ഇപ്പോൾ കോൺകേവിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് f ഡാഷ് എക്സ് കണ്ടുപിടിക്കാം. എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3x സ്ക്വയർ മൈനസ് 3 ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x പ്ലസ് 4ൻ്റെ ഡെറിവേറ്റീവ് 0. അപ്പോൾ എന്താണ് വരിക? 3x സ്ക്വയർ മൈനസ് 6x വരും. ഇനി സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എഫ് ഡബിൾ ഡാഷ് എക്സ് എടുക്കാം. ഇസ് ഈക്വൽ ടു സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് അഥവാ എഫ് ഡബിൾ ഡാഷ് എക്സ് എടുക്കുമ്പോൾ എന്താണ് വരിക? 3 ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x മൈനസ് 6 ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. അപ്പോൾ ആൻസർ വരുന്നത് 6x മൈനസ് 6 എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്ത് എന്ത് കണ്ടുപിടിക്കാം? പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ കണ്ടുപിടിക്കാം. പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എഫ് ഡബിൾ ഡാഷ് എക്സ് നമ്മൾ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് വരും? 6x മൈനസ് 6 ഇസ് ഈക്വൽ ടു 0, 6x ഇസ് ഈക്വൽ ടു 6, x ഇസ് ഈക്വൽ ടു 6/6 ഇസ് ഈക്വൽ ടു 1. ഓക്കെ, ഇപ്പോൾ എക്സിൻ്റെ വില നമുക്ക് കിട്ടി. ഉടനെ നമ്മൾ എന്ത് ചെയ്യുക? നമ്പർ ലൈൻ വരയ്ക്കുക. നമ്പർ ലൈൻ വരച്ചിട്ട് ഈ ക്രിട്ടിക്കൽ പോയിന്റ് അല്ല ഇൻഫ്ലക്ഷൻ പോയിന്റ് മാർക്ക് ചെയ്യുക. ഇൻഫ്ലക്ഷൻ പോയിന്റ് എന്താണ്? 1. ഇപ്പോൾ 1 ഞാൻ മാർക്ക് ചെയ്ത് വെച്ചു. അപ്പോൾ 2 ഇൻ്റർവെൽ ഫോം ചെയ്യാൻ പറ്റി. -∞ മുതൽ 1 വരെ ഒരു ഇൻ്റർവെൽ, 1 മുതൽ ഇൻഫിനിറ്റി വരെ അടുത്ത ഇൻ്റർവെൽ. ഓക്കെ, അപ്പോൾ ഈ ഇൻ്റർവെല്ലിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യത്തെ ഇൻ്റർവെൽ എന്താണ്? ഇൻ -∞ to 1, -∞ മുതൽ 1 വരെയുള്ള ഇൻ്റർവെൽ. അവിടുത്തെ ഒരു ചെക്ക് പോയിന്റ് എടുക്കാം. -∞ മുതൽ 1ൻ്റെ വരെ അതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഒരു പോയിന്റ് ആണല്ലോ 0. 0 കഴിഞ്ഞിട്ടാണല്ലോ 1 വരിക. അപ്പോൾ ഇവിടെ ഞാൻ 0 എന്നുള്ള ഒരു പോയിന്റ് എടുത്തു. ആ പോയിന്റിൽ ഞാൻ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് നമ്മുടെ കയ്യിലുണ്ട്. എഫ് ഡബിൾ ഡാഷ് എക്സ് ആരാണ്? 6x മൈനസ് 6 ആണ്. ഇനി ആ ക്രിട്ടിക്കൽ പോയിന്റ് അല്ല ഇൻഫ്ലക്ഷനിൽ വരുന്ന ആ ഒരു ചെക്ക് പോയിന്റ് നമ്മൾ കൊടുക്കുകയാണെ നമ്മൾ ഈ ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷനിൽ കിടക്കുന്നുണ്ടേ. +1 ഞാൻ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അത് ഈയിടെ നമ്മുടെ +2കാർക്ക് പഠിപ്പിച്ചതാണ്. അപ്പോൾ അവിടെ എപ്പോഴും ക്രിട്ടിക്കൽ എന്ന് പറഞ്ഞിട്ട് അറിയാതെ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് ആയി വരും. സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്. അപ്പോൾ നമ്മൾ 0 എന്നുള്ള ഒരു ചെക്ക് പോയിന്റ് നമ്മളിവിടെ കൊടുക്കുക. എഫ് ഡബിൾ ഡാഷ് എക്സിന് വരെ 0 കൊടുക്കുമ്പോൾ 6 ഇൻറ്റു 0 മൈനസ് 6, ആൻസർ വരുന്നത് എന്താണ്? -6 ആണ്. -6 ഈസ് ലെസ് ദാൻ 0. ഇപ്പോൾ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് അറ്റ് ദാറ്റ് പോയിന്റ് ലെസ് ദാൻ 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ലെസ് ദാൻ 0 ആണെങ്കിൽ നമുക്കത് കോൺകേവ് ഡൗൺ ആണെന്ന് പറയാൻ പറ്റും. ശരിയല്ലേ? ദെയർഫോർ എഫ് ഓഫ് എക്സ് ഈസ് കോൺകേവ് ഡൗൺ അല്ലേ? കോൺകേവ് ഡൗൺ ഇൻ ഏത് ഇൻ്റർവെൽ ആണ്? -∞ to 1. -∞ to 1ൽ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കോൺകേവ് ഡൗൺ ആണ്. ഇനി അടുത്ത ഇൻ്റർവെൽ ചെക്ക് ചെയ്യാം. അടുത്ത ഇൻ്റർവെൽ എന്താണ്? ഇൻ 1 to ∞, 1 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള ഇൻ്റർവെൽ. അപ്പോൾ ഇവിടെ കോൺകേവ് അപ്പ് ആണെങ്കിൽ, ഇവിടെ കോൺകേവ് ഡൗൺ ആണെങ്കിൽ അടുത്ത ഇൻ്റർവെൽ എന്തായിരിക്കും? കോൺകേവ് അപ്പ് ആയിരിക്കും. കാരണം ഇത് ഓൾവേസ് കോൺകേവ് അപ്പോ ഓൾവേസ് കോൺകേവ് ഡൗണോ വരുന്നൊരു കേസ് അല്ല. 6x മൈനസ് 6ന് 0 ആവാനും നെഗറ്റീവ് ആവാനും പോസിറ്റീവ് ആവാനും കഴിവുണ്ട്. ശരിയല്ലേ? സോ അപ്പോൾ നമ്മളിനി അടുത്ത എന്താ നോക്കണ്ടേ? കോൺകേവ് അപ്പ് ആവുന്ന കേസാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇതേപോലെ ഒരു ചെക്ക് പോയിന്റ് 1ന് ശേഷമുള്ള ഒരു പോയിന്റ് 2 കൊടുക്കാം. അതല്ലേ എളുപ്പമുള്ള പോയിന്റ്. സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് കൊടുക്കാം. എഫ് ഡബിൾ ഡാഷ് എക്സ് എന്ന് പറഞ്ഞാൽ 6x മൈനസ് 6 ആണ്. എഫ് ഡബിൾ ഡാഷ് 2 എന്ന് കൊടുക്കാം. അപ്പോൾ എന്ത് വരും? 6 ഇൻറ്റു 2 മൈനസ് 6, 12 മൈനസ് 6 ഈസ് 6 ഗ്രേറ്റർ ദാൻ 0. ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അവിടെ എന്തായിരിക്കും? കോൺകേവ് അപ്പ് ആയിരിക്കും. ദെയർഫോർ എഫ് ഓഫ് എക്സ് ഈസ് കോൺകേവ് അപ്പ്
അപ്പ് ഇൻ ദ ഇൻ്റർവൽ ഏതാണ് 1 to infinity. 1 to infinity എന്നുള്ള ഇൻ്റർവെല്ലിൽ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എന്താണെന്ന് മനസ്സിലായി, കോൺകേവ് അപ്പ് ആണെന്ന് എനിക്ക് മനസ്സിലായി. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഈ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എടുത്ത് നിൽക്കുന്ന സാധനം ഒരു ഫസ്റ്റ് ഡിഗ്രി ലീനിയർ പോളിനോമിയൽ ആണെങ്കിൽ ഞാൻ കുറച്ചുകൂടെ എളുപ്പമുള്ള ഒരു സ്റ്റെപ്പ് സൈഡിൽ കാണിച്ചു തരാം. താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഫസ്റ്റ് ഡിഗ്രി ലീനിയർ പോളിനോമിയൽ ആണെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. ഇപ്പോൾ ഒരു 6x² ഉണ്ടായിരുന്നെങ്കിൽ അത് ചെയ്യണ്ട. ഇപ്പം നമ്മുടെ ആൻസർ കഴിഞ്ഞു, മുഴുവൻ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, ഫുൾ മാർക്ക് കിട്ടാനുള്ളതായിട്ടുണ്ട്. ഇനി കോൺകേവ് അപ്പിൻ്റെ കുറച്ചുകൂടെ എളുപ്പമുള്ള സ്റ്റെപ്പ് നിങ്ങൾക്ക് ലീനിയർ ഇനിക്വാളിറ്റി ഒക്കെ +1 പഠിച്ചിട്ട് വന്നവരായതുകൊണ്ടേ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ കോൺകേവ് അപ്പ് ആവാനുള്ള കണ്ടീഷൻ കണ്ടുപിടിക്കുക. നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിലും എഴുതാം, കോൺകേവ് അപ്പ്. ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്നത് ഫസ്റ്റ് ഡിഗ്രി ലീനിയർ പോളിനോമിയൽ ആണെങ്കിൽ മാത്രം ഇത് ചെയ്താൽ മതി. ഈ 6x² സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആണെങ്കിൽ ക്വാഡ്രാറ്റിക് ഇനിക്വാളിറ്റി നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടില്ല, ശരിയല്ലേ? അപ്പോൾ അറിയാത്ത ഒരു ഏരിയയിലേക്ക് പോകണ്ട. ഫസ്റ്റ് ഡിഗ്രി ലീനിയർ പോളിനോമിയലിൻ്റെ ഇനിക്വാളിറ്റി സോൾവ് ചെയ്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കോൺകേവ് അപ്പിൻ്റെ ഇൻ്റർവെല്ല് കണ്ടുപിടിക്കണമെങ്കിൽ, ഇൻ്റർവെല്ല് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യനിൽ അവർ ആവശ്യപ്പെടുന്നത്. കോൺകേവ് അപ്പിൻ്റെ ഇൻ്റർവെല്ല് കണ്ടുപിടിക്കണമെങ്കിൽ ഫസ്റ്റ് ഡിഗ്രി ലീനിയർ പോളിനോമിയൽ ആയതുകൊണ്ട് മാത്രം 6x - 6 > 0 ആവണം. അവിടുന്ന് 6x > 6 ആവണം. x > 6/6 1 ആവണം. അപ്പോൾ x belongs to 1 to infinity. അപ്പോൾ 1 to infinity ആണ് കോൺകേവ് അപ്പ്. അത് തന്നെയല്ലേ നമ്മൾ കണ്ടുപിടിച്ചത്. 1 to infinity നമ്മുടെ ഫൈനൽ റിസൾട്ട് കോൺകേവ് അപ്പായിരുന്നു. അപ്പം ഇങ്ങനെ വേണമെങ്കിൽ കോൺകേവ് അപ്പിൻ്റെ ഇൻ്റർവെല്ല് എഴുതി വയ്ക്കാം. ഇങ്ങനെ എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് പോകത്തില്ല, ഫുൾ മാർക്ക് തന്നെ കിട്ടും. ഇനി ഇപ്പോൾ ഇതായത് ഇങ്ങനെ ചെക്ക് പോയിന്റ് ഒക്കെ കൊടുത്തിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഫസ്റ്റ് ഡിഗ്രി ലീനിയർ പോളിനോമിയൽ ആണെങ്കിൽ മാത്രം ഞാൻ ഈ സൈഡിൽ എഴുതി കാണിക്കുന്ന രീതിയിലും ചെയ്യാം. കോൺകേവ് ഡൗൺ ആണെന്ന് വിചാരിക്കുക. കോൺകേവ് ഡൗൺ ആണെങ്കിൽ നമുക്കറിയാം നമ്മുടെ എന്താണ് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് f′′ x എന്തായിരിക്കണം, <0 ആയിരിക്കണം. ഞാൻ ഈ കണ്ടീഷൻ വന്ന എങ്ങനെ f′′ x > 0 എന്ന് വന്ന കണ്ടീഷനാണിത്. f′′ x <0 ആവുന്ന ഇൻ്റർവെല്ല് കണ്ടുപിടിക്കണമെങ്കിൽ f′′ x <0 കൊടുക്കുക. f′′ x എന്ന് പറഞ്ഞാൽ 6x - 6 അത് <0 കൊടുക്കുക. അവിടുന്ന് 6x < 6 വരും. അവിടുന്ന് എന്ത് കിട്ടും, x < 6/6 1 കിട്ടും. x < 1 എന്ന് പറഞ്ഞാൽ നിങ്ങൾ +1 പഠിച്ചിട്ടുണ്ട്, x belongs to -∞ to 1 അല്ലേ? അപ്പോൾ കോൺകേവ് ഡൗൺ ആവുന്ന ഇൻ്റർവെൽ എന്താണ്, -∞ to 1. കോൺകേവ് അപ്പ് ആവുന്ന ഇൻ്റർവെൽ എന്താണ്, 1 to infinity. അപ്പോൾ കോൺകേവ് അപ്പ് എന്ന് ഹെഡിങ് കൊടുത്തിട്ട് ഈ സ്റ്റെപ്പുകളും കോൺകേവ് ഡൗൺ എന്ന് ഹെഡിങ് കൊടുത്തിട്ട് ഞാനിപ്പോൾ കാണിച്ച സ്റ്റെപ്പുകൾ എഴുതി വെച്ച് അങ്ങനെ ഇൻ്റർവെല്ല് കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. അപ്പോൾ അവിടെ നിങ്ങൾ ഈ നമ്പർ ലൈൻ വരച്ച് ചെക്ക് പോയിന്റ് കൊടുക്കുന്ന പരിപാടി ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഈ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. രണ്ട് രീതിയും ശരിയായ വഴികൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ രണ്ടാമത് കാണിച്ച വഴി നിങ്ങൾ എപ്പോഴും ഉപയോഗിക്കണ്ടേ, നമുക്കൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആണെങ്കിൽ ക്വാഡ്രാറ്റിക് ഇനിക്വാളിറ്റി സോൾവ് ചെയ്യാൻ അറിയണം. അത് നിങ്ങൾ പലരും പഠിച്ചിട്ടുണ്ടാവില്ല. ഇവൻ എൻട്രൻസിനൊക്കെ പഠിച്ചവർ മാത്രമേ അത് പഠിച്ചിട്ടുണ്ടാവുള്ളൂ, അല്ലാത്തവർക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അന്നേരം നിങ്ങൾ ക്വാഡ്രാറ്റിക് ഇനിക്വാളിറ്റി ആണെങ്കിൽ നിങ്ങൾ ഈ നമ്പർ ലൈൻ മെത്തേഡ് തന്നെയാണ് പ്രിഫർ ചെയ്യേണ്ടത്. ഓക്കെ, ചെക്ക് പോയിന്റ് കൊടുത്ത് ഈസി ആയിട്ട് ആൻസറിലേക്ക് വരാം. ക്വാഡ്രാറ്റിക് ഇനിക്വാളിറ്റി സോൾവ് ചെയ്യാൻ അറിയാത്തവരുണ്ടാവുമല്ലോ. അപ്പോൾ ഓക്കെ ആണെന്ന് വിചാരിക്കട്ടെ. അപ്പം ഫസ്റ്റ് ഡിഗ്രി ലീനിയർ ആണെങ്കിൽ മാത്രം ഈ രീതിയിലും നമുക്ക് വേണമെങ്കിൽ ആൻസർ പ്രസന്റ് ചെയ്യാവുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡിറ്റർമിൻ ദ കോൺകേവിറ്റി ഓഫ് ദ ഫംഗ്ഷൻ f of x is equal to x³ - 3x² + 9x + 1. ഓക്കെ, അപ്പം നമ്മൾ അതിൻ്റെ സ്ഥിരം കലാപരിപാടികൾ ആരംഭിക്കുകയാണ്. f′x കണ്ടുപിടിക്കുക ആദ്യം. x³ ഡെറിവേറ്റീവ് 3x² -6 × x² ഡെറിവേറ്റീവ് 2x + 9 × x ഡെറിവേറ്റീവ് 1 1 ഡെറിവേറ്റീവ് 0. അപ്പോൾ എന്താ വരുന്നത്, 3x² - 12x + 9 ആണ് വരുന്നത്. ശരിയാണല്ലോ. സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് f′′ x നമ്മൾ കണ്ടുപിടിക്കുന്നു. 3 × x² ഡെറിവേറ്റീവ് 2x -12 × x ഡെറിവേറ്റീവ് 1 9 ഡെറിവേറ്റീവ് 0. അപ്പോൾ ആൻസർ വരുന്നത് 6x - 12 ആണ്. ഓക്കെ, ഇപ്പോൾ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ കിട്ടിയേക്കുന്നത്. നമുക്ക് പ്രശ്നമുള്ള ഒരു ടേമേ അല്ല അല്ലേ. 6x - 12 എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ടുള്ള സംഗതിയാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ഇവർ ചോദിക്കുന്നില്ല. അപ്പോൾ കോൺകേവിറ്റി മാത്രം കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ ഇത്രയും എഴുതിയതിന് ശേഷം നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ എഴുതി വയ്ക്കാം, കോൺകേവ് അപ്പ് എന്ന് എഴുതിയിട്ട് ഞാൻ നേരത്തെ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ക്വാഡ്രാറ്റിക് വരാണ്ട് ഫസ്റ്റ് ഡിഗ്രി ലീനിയർ ആണെന്നുണ്ടെങ്കിൽ എന്താണ് ഇനിക്വാളിറ്റി സോൾവ് ചെയ്ത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം. കോൺകേവ് അപ്പ് ആവാനുള്ള കണ്ടീഷൻ നമുക്ക് കോൺകേവ് അപ്പ് എന്ന് ഹെഡിങ് കൊടുത്തുകൊണ്ട് f′′ x > 0 ആവണം, 6x - 12 > 0 ആവണം, 6x > 12 ആവണം, x > 12/6 ആവണം,
എക്സ് ഗ്രേറ്റർ ദാൻ 2 ആവണം. അപ്പോൾ എക്സ് ബിലോങ്സ് ടു 2 ടു ഇൻഫിനിറ്റി ആണ് കോൺകേവ് അപ്പ് ആവാനുള്ള കണ്ടീഷൻ. ഇനി ഇതേപോലെ തന്നെ കോൺകേവ് ഡൗൺ ആവാനുള്ളത് നമുക്ക് എഴുതി വെക്കാം. കോൺകേവ് ഡൗൺ ആവാനുള്ള കണ്ടീഷൻ എന്താണ്? സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എഫ് ഡബിൾ ഡാഷ് എക്സ് ലെസ് ദാൻ 0 ആവണം. 6x മൈനസ് 12 ലെസ് ദാൻ 0 ആവണം. 6x ലെസ് ദാൻ 12 ആവണം. എക്സ് ലെസ് ദാൻ 12/6 ആവണം. എക്സ് ലെസ് ദാൻ 2 ആവണം. എക്സ് ബിലോങ്സ് ടു മൈനസ് ഇൻഫിനിറ്റി ടു 2 ആവണം. ഇതാണ് കോൺകേവ് ഡൗണിൻ്റെ കണ്ടീഷൻ. ഇത്ര എഴുതി വെച്ചാൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റിന് ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, ഇനി മറ്റേ മെത്തേഡും കൂടെ കാണിച്ചു തരാം. അപ്പോൾ ഇത് കൺവീനിയൻ്റ് ഉള്ളവർക്ക് ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം. കാരണം മറ്റൊരു പ്രത്യേകത ഉണ്ട്, ഇവിടെ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ അവർ ചോദിക്കുന്നില്ല. ചില ക്വസ്റ്റിനെ എടുത്ത് ചോദിക്കുകയാണെങ്കിൽ അത് കണ്ടുപിടിച്ചാലേ മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇനി പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ വെച്ചുകൊണ്ട് നമ്പർ ലൈൻ വരച്ച് ചെയ്യുന്ന മെത്തേഡും കൂടെ ചെയ്യാം. പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ കണ്ടുപിടിച്ചേ. പോയിന്റ് ഓഫ് ഇല്ല ഏതെങ്കിലും ഒരെണ്ണം ചെയ്താൽ മതി കേട്ടോ. പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ഞാൻ ഓറൊന്ന് എഴുതിയിട്ട് ചെയ്യാണ്. ഓർ മറ്റൊരു മെത്തേഡും കൂടെ കാണിക്കുകയാണ്. അതായത് ആദ്യം പഠിച്ച മെത്തേഡ്. പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്താണ്? എഫ് ഡബിൾ ഡാഷ് എക്സ് നമ്മൾ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുന്നു. 6x മൈനസ് 12 നമ്മൾ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുന്നു. 6x ഈക്വൽ ടു 12 കിട്ടുന്നു. എക്സ് ഈക്വൽ ടു 12/6 2 കിട്ടുന്നു. ഓക്കെ, അപ്പോൾ 2 ആണ് നമ്മുടെ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്പർ ലൈൻ വരയ്ക്കുന്നു. അതിനകത്ത് ഈ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ 2 മാർക്ക് ചെയ്യുന്നു. മൈനസ് ഇൻഫിനിറ്റി മുതൽ 2 വരെ ഒരു ഇൻ്റർവെല്, 2 മുതൽ ഇൻഫിനിറ്റി വരെ അടുത്ത ഇൻ്റർവെല്. അപ്പോൾ ഇനി എന്ത് ചെയ്യുക? ഒരു ഇൻ്റർവെൽ എടുത്തുകൊണ്ട് ചെക്ക് ചെയ്യുക. ഇൻ ഏത് ഇൻ്റർവെൽ എടുക്കാം? മൈനസ് ഇൻഫിനിറ്റി ടു 2. സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എഫ് ഡബിൾ ഡാഷ് എക്സ് എന്ന് പറഞ്ഞാൽ 6x മൈനസ് 12 ആണ്. അപ്പോൾ അവിടെ ഞാൻ ഒരു പോയിന്റ് കൊടുക്കുകയാണ്. മൈനസ് ഇൻഫിനിറ്റി മുതൽ 2 ഇടയ്ക്കുള്ള ഒരു പോയിന്റാണ് 0 അല്ലേ? എഫ് ഡബിൾ ഡാഷ് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത 6 × 0 മൈനസ് 12. മൈനസ് 12 ലെസ് ദാൻ 0 ആണ്. ദെർഫോർ എഫ് ഈസ് കോൺകേവ് ഡൗൺ അല്ലേ? കോൺകേവ് ഡൗൺ ഇൻ ഏത് ഇൻ്റർവെൽ ആണ്? മൈനസ് ഇൻഫിനിറ്റി മുതൽ 2 വരെ. ശരിയല്ലേ? മൈനസ് ഇൻഫിനിറ്റി മുതൽ 2 വരെ കോൺകേവ് ഡൗൺ ആണ്. ഇനി അടുത്ത ഇൻ്റർവെൽ, അപ്പം ഇവിടെ കോൺകേവ് ഡൗൺ ആണെങ്കിൽ അടുത്ത ഇൻ്റർവെൽ എന്തായിരിക്കും? കോൺകേവ് അപ്പ് ആയിരിക്കും. ശരിയല്ലേ? കോൺകേവ് അപ്പ് ആയിരിക്കും. അപ്പോൾ അത് അടുത്ത സെപ്പറേറ്റ് എഴുതാം. അടുത്ത ഇൻ്റർവെൽ എന്താണ്? ഇൻ 2 ടു ഇൻഫിനിറ്റി. സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവിലേക്ക് 2ന് ശേഷമുള്ള ഒരു പോയിന്റ് 3 ചെക്ക് പോയിന്റ് ആയിട്ട് കൊടുക്കും. എഫ് ഡബിൾ ഡാഷ് 3 6 × 3 മൈനസ് 12 18 മൈനസ് 12 ഗ്രേറ്റർ ദാൻ 0 ആണെന്നുള്ള കൺഫർമേഷൻ മതി കേട്ടോ. അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കുക എന്നുള്ളതല്ല, ഗ്രേറ്റർ ദാൻ 0 ആണോ എന്ന് അറിഞ്ഞാൽ മതി. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എഫ് ഈസ് കോൺകേവ് അപ്പ് ഇൻ ഏത് ഇൻ്റർവെൽ ആണ്? 2 ടു ഇൻഫിനിറ്റി. 2 ടു ഇൻഫിനിറ്റി എന്നുള്ള ഇൻ്റർവെല്ലിൽ ഫംഗ്ഷൻ എന്താണ്? കോൺകേവ് അപ്പ് ആണ്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു x³ മൈനസ് x²/2 മൈനസ് 2x പ്ലസ് 1/3. ഒരു ഫംഗ്ഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. തോമസ് കാൽക്കുലസ് ടെക്സ്റ്റ് ബുക്കിൽ സോൾവ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. പരീക്ഷയ്ക്ക് വരാൻ നല്ല സാധ്യതയുണ്ട്. ചോദ്യത്തിൻ്റെ എ പാർട്ടിൽ അവർ പറയുന്നത് ഫൈൻഡ് ദ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്നാണ്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ കണ്ടുപിടിക്കുക. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആദ്യം ഒന്ന് എഴുതി വെക്കാം നമുക്ക്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ x³ മൈനസ് x²/2 മൈനസ് 2x പ്ലസ് 1/3. ഓക്കെ, അപ്പോൾ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ വേണമെങ്കിൽ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് വേണം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എടുക്കുക. x³ ഡെറിവേറ്റീവ് 3x²/3 മൈനസ് x² ഡെറിവേറ്റീവ് 2x/2 മൈനസ് 2 × x ഡെറിവേറ്റീവ് 1 1/3 ഡെറിവേറ്റീവ് 0. അപ്പോൾ ഇവിടെ നമുക്ക് 3 ക്യാൻസലായി, 2 × 2 ക്യാൻസലായി. ബാക്കി എന്താ വരുന്നത്? x² മൈനസ് എക്സ് മൈനസ് 2. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എഫ് ഡബിൾ ഡാഷ് എക്സ്. സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എഫ് ഡബിൾ ഡാഷ് എക്സിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ x² ഡെറിവേറ്റീവ് 2x മൈനസ് x ഡെറിവേറ്റീവ് 1 2ൻ്റെ ഡെറിവേറ്റീവ് 0. ഓക്കെ, ഇപ്പോൾ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എഫ് ഡബിൾ ഡാഷ് എക്സ് നമ്മൾ 0യുമായിട്ട് ഇക്വേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 2x മൈനസ് 1 ഇസ് ഈക്വൽ ടു 0. അവിടുന്ന് നമുക്ക് 2x ഇസ് ഈക്വൽ ടു 1, x ഇസ് ഈക്വൽ ടു 1/2. ഇപ്പോൾ x ഇസ് ഈക്വൽ ടു 1/2 ആണ് എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ. ശരിയല്ലേ? പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? x ഈക്വൽ ടു 1/2 ആണ്. ഇനി ക്വസ്റ്റ്യൻ്റെ ബി പാർട്ടിൽ എന്തോ പറയുന്നത് നോക്കിക്കേ.
ഫൈൻഡ് ദ ഇന്റർവെൽസ് ഇൻ വിച്ച് ദ എബോവ് ഫംഗ്ഷൻ ഈസ് കോൺകേവ് അപ്പ് ആൻഡ് കോൺകേവ് ഡൗൺ. ഇപ്പോൾ കോൺകേവ് അപ്പ് ആവുന്ന ഇന്റർവെല്ല് നോക്കാം. സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് 2x-1 എന്ന് പറഞ്ഞാൽ ഒരു ഫസ്റ്റ് ഡിഗ്രി ലീനിയർ പോളിനോമിയൽ ആണ്. ഇപ്പോൾ കോൺകേവ് അപ്പ് ആവുന്ന ഇന്റർവെല്ല് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിച്ചൂടെ? കോൺകേവ് അപ്പ് ആവണമെങ്കിൽ f' x എന്തായിരിക്കണം? f"(x) ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. അതായത് 2x-1 ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. 2x ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കണം. x ഗ്രേറ്റർ ദാൻ 1/2 ആയിരിക്കണം. x ബിലോങ്സ് ടു 1/2 മുതൽ ഇൻഫിനിറ്റി വരെ. അപ്പോൾ ഇതാണ് കോൺകേവ് അപ്പ് ആവുന്ന ഇന്റർവെല്ല്. ശരിയാണല്ലോ. അതേപോലെ തന്നെ കോൺകേവ് ഡൗൺ ആവുന്ന, അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ എങ്ങനെയും ചെയ്യാം. പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ കിട്ടി, നമ്പർ ലൈൻ വരച്ച് 1/2 മാർക്ക് ചെയ്ത് -∞ മുതൽ 1/2 വരെയും 1/2 മുതൽ ഇൻഫിനിറ്റി വരെയും രണ്ട് ഇന്റർവെല്ല് ഫോം ചെയ്ത് ആ ഇന്റർവെല്ലിൽ നിന്ന് ഒരു ചെക്ക് പോയിന്റ് കൊടുത്തിട്ട് കണ്ടുപിടിക്കാം. ഞാൻ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആയതുകൊണ്ട്, അല്ലെ, ഒരു ax+b ഫോമിലായതുകൊണ്ട് മാത്രം. ax² + b ആണെങ്കിൽ ഞാൻ ഇത് ചെയ്യത്തില്ല. ax+b ആണെങ്കിൽ നമുക്ക് ഗ്രേറ്റർ ദാൻ 0യും ലെസ് ദാൻ 0യും കൊടുത്ത് സോൾവ് ചെയ്ത് പെട്ടെന്ന് ഇന്റർവെല്ല് കിട്ടും. ഇപ്പോൾ x ബിലോങ്സ് ടു 1/2 ടു ഇൻഫിനിറ്റി. അപ്പോൾ ഇതാണ് കോൺകേവ് അപ്പ് ആവുന്ന ഇന്റർവെല്ല്. ഓക്കെ അല്ലേ? ഇനി അടുത്ത ഇന്റർവെല്ല് കണ്ടുപിടിക്കണം. കോൺകേവ് ഡൗൺ ആവുന്ന ഇന്റർവെല്ല് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? കോൺകേവ് ഡൗൺ ആവുന്ന ഇന്റർവെല്ല് കണ്ടുപിടിക്കണമെങ്കിൽ ഈ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ആയിട്ടുള്ള f"(x) ലെസ് ദാൻ 0 ആയിരിക്കണം. അതായത് ഈ കാണുന്ന 2x-1 ലെസ് ദാൻ 0 ആയിരിക്കണം. അതായത് 2x ലെസ് ദാൻ 1 ആയിരിക്കണം. x ലെസ് ദാൻ 1/2 ആയിരിക്കണം. -∞ തുടങ്ങി 1/2 വരെയാണ് എക്സിൻ്റെ വാല്യൂസ്. അപ്പോൾ x ബിലോങ്സ് ടു എന്താണ്? -∞ ടു 1/2. x ബിലോങ്സ് ടു -∞ ടു 1/2. അപ്പോൾ ഇതാണ് ഏത് ഇന്റർവെല്ല്? കോൺകേവ് ഡൗണിൻ്റെ ഇന്റർവെല്ല്. 1/2 ടു ഇൻഫിനിറ്റി ആണ് കോൺകേവ് അപ്പിൻ്റെ ഇന്റർവെല്ല്. ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് പരീക്ഷയ്ക്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണേ. അടുത്ത നോക്കാം നമുക്ക്. ഡിറ്റർമിൻ ദ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ആൻഡ് കോൺകേവിറ്റി ഓഫ് ദ ഫംഗ്ഷൻ f(x) is equal to x⁻⁴ - 4x³ + 2 എന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പോൾ ഫംഗ്ഷൻ നോക്കാം. f(x) is equal to x⁻⁴ - 4x³ + 2. ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് f'(x) എടുത്തേ. x⁻⁴ ഡെറിവേറ്റീവ് 4x³ -4 ഇൻറ്റു x³ ഡെറിവേറ്റീവ് 3x² + 2 ഡെറിവേറ്റീവ് 0. അപ്പോൾ 4x³ -12x² വരും ആൻസർ. ഓക്കെ ആണേ. സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് f'(x) എടുത്താൽ എന്ത് വരും? 4 ഇൻറ്റു x³ ഡെറിവേറ്റീവ് 3x² -12 ഇൻറ്റു x² ഡെറിവേറ്റീവ് 2x. ഇപ്പോൾ 12x² -24x. ശരിയാണല്ലോ. ഇപ്പോൾ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് നമുക്കൊരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആണോ? ഈ കാണുന്ന 12x² -24x സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാണ്. ഇപ്പോൾ ഗ്രേറ്റർ ദാൻ 0 ലെസ് ദാൻ 0 പരിപാടിക്ക് പോകരുത്. കാരണം നിങ്ങൾ എന്ത് പഠിച്ചിട്ടില്ല? ക്വാഡ്രാറ്റിക് ഇനീക്വാളിറ്റി സോൾവ് ചെയ്യാൻ പഠിച്ചിട്ടില്ല. അപ്പം നമ്മുടെ പാവൻ നമ്പർ ലൈൻ മെത്തേഡ് തന്നെ മതി, അല്ലേ? നമുക്ക് എപ്പോഴും കൂട്ടിനവനുണ്ട് നമ്പർ ലൈൻ മെത്തേഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം അവരെന്ത് ചോദിക്കുന്നുണ്ട്? പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ അവർ ചോദിക്കുന്നുണ്ട്. അപ്പം ഇൻഫ്ലക്ഷൻ പോയിന്റ് കണ്ടുപിടിക്കണമെങ്കിൽ f'(x) നമ്മൾ എന്ത് ചെയ്യുക? 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. അതായത് 12x² - 24x = 0. ഇനി ഇവിടെ പലരും കാണിക്കുന്ന ഒരു മണ്ടത്തരമുണ്ട്. 24x അപ്പുറം കൊണ്ടുപോകും, എന്നിട്ട് ഒരു x ഉം വെട്ടും, 12 24 വെട്ടും. ഒരു x ഉം വെട്ടുന്നതെന്ന് പറഞ്ഞാൽ എക്സിൻ്റെ ഒരു വില 0 എന്ന വിലയാണ് നിങ്ങൾ വെട്ടിക്കളയുന്നത്. അപ്പോഴേ പകുതി മാർക്ക് പോയി. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം 12 കൊണ്ട് വേണേൽ കട്ട് ചെയ്യാം. നമുക്കിവിടെ ഡിവൈഡ് ബൈ 12 എടുക്കാം. അപ്പോൾ എന്താ കിട്ടുന്നത്? x² - 2x = 0. എന്നിട്ട് x പുറത്തെടുക്കണം. അല്ലാണ്ട് 2x ഇപ്പുറം കൊണ്ടുപോയിട്ട് ഒരു x² നിന്ന് ഒരു x ഉം കൂടെ കട്ട് ചെയ്ത് കളയരുത്. അപ്പോൾ എക്സിൻ്റെ ഒരു വിലയാണ് കട്ട് ചെയ്ത് കളയുന്നതെന്ന് ഓർക്കണം. x പുറത്തെടുക്കുമ്പോൾ ബാക്കി x - 2 = 0. അവിടുന്ന് x = 0 കിട്ടി, x = 2 കിട്ടി. അപ്പോൾ നമുക്ക് 2 പോയിന്റ്സ് ആയി. x = 0 എന്നുള്ളൊരു പോയിന്റും ഉണ്ട്, x = 2 എന്നുള്ളൊരു പോയിന്റും ഉണ്ട്. ഇനി എന്ത് ചെയ്യുക? നമ്മൾ നമ്പർ ലൈൻ വരച്ചിട്ട് നമ്മുടെ പരിപാടി തുടങ്ങാം. ഓക്കെ, പറഞ്ഞ പോയിന്റുകൾ ഏതൊക്കെയാ? 0 എന്നുള്ളൊരു പോയിന്റ് ഉണ്ട്, 2 എന്നുള്ളൊരു പോയിന്റ് ഉണ്ട്. -∞ മുതൽ 0 വരെ ഒരു ഇന്റർവെല്ല്, 0 മുതൽ 2 വരെ അടുത്ത ഇന്റർവെല്ല്, 2 മുതൽ ഇൻഫിനിറ്റി വരെ അടുത്ത ഇന്റർവെല്ല്. ഓക്കെ, ഇനി നമുക്ക് ഓരോ ഇന്റർവെല്ലായിട്ട് ചെക്ക് ചെയ്യാൻ നോക്കാമേ. ഇൻ -∞ 0 -∞ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് f'(x) എന്ന് എടുത്തെഴുതി വെക്കുന്നുണ്ട്. എന്താണ്? 12x² - 24x ആണ് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്.
മൈനസ് ഇൻഫിനിറ്റി മുതൽ 0 വരെയുള്ള ഒരു വാല്യൂ, 0ക്ക് മുമ്പുള്ള ഒരു വാല്യൂ കൊടുക്കാം, -1 എന്നുള്ള വാല്യൂ കൊടുക്കാം. എഫ് ഡബിൾ ഡാഷ് -1 എന്ത് വരും? 12 ഇൻറ്റു -1ൻ്റെ സ്ക്വയർ -24 ഇൻറ്റു -1. -1ൻ്റെ സ്ക്വയർ 1 ആണ്. അപ്പോൾ ഇത് 12 വരും. 2 മൈനസ് ചേർന്ന് പ്ലസ് 12 പ്ലസ് 24 വരും അല്ലേ? അപ്പോൾ ഇത് നമുക്ക് കൂട്ടൊന്നും വേണ്ട. 12 പ്ലസ് 24 എന്താണെന്ന് അറിയാം, ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് നമുക്ക് അറിയാം അല്ലേ? അപ്പോൾ ഈ ഇൻ്റർവെൽ എന്തായിരിക്കും? കോൺകേവ് അപ്പ് ആയിരിക്കും. ദെർഫോർ എഫ് ഈസ് കോൺകേവ് അപ്പ് ഇൻ ഏത് ഇൻ്റർവെലാണ്? -ഇൻഫിനിറ്റി മുതൽ 0 വരെ. ഓക്കെ, -ഇൻഫിനിറ്റി മുതൽ 0 വരെ കോൺകേവ് അപ്പാണ്. ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത 0 to 2 കോൺകേവ് ഡൗണും 2 to ഇൻഫിനിറ്റി എന്തായിരിക്കും? വീണ്ടും കോൺകേവ് അപ്പും ആയിരിക്കും. അതങ്ങനെ വരുള്ളൂ. എങ്കിലും നമ്മളത് സ്റ്റെപ്പുകളായിട്ട് എഴുതി കാണിക്കണം. ഇൻ 0 2 ചെക്ക് ചെയ്യാം. എന്താണ് വരിക? സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എഫ് ഡബിൾ ഡാഷ് എക്സ് എന്ന് പറഞ്ഞാൽ 12x² മൈനസ് 24x ആണ്. 0ക്കും 2നും ഇടയ്ക്കുള്ളൊരു വാല്യൂ 1 കൊടുക്കാം. എഫ് ഡബിൾ ഡാഷ് 1 കൊടുക്കാം. 12 ഇൻറ്റു 1² 12, 24 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 24. 12 24 കുറച്ച് -12 ആണ്. അതെന്താണ്? ലെസ് ദാൻ 0 ആണ്. ലെസ് ദാൻ 0 ആണെന്ന് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഇൻ്റർവെൽ എന്തായിരിക്കും? കോൺകേവ് ഡൗൺ ആയിരിക്കും അല്ലേ? ദെർഫോർ എഫ് ഈസ് കോൺകേവ് ഡൗൺ. കോൺകേവ് ഡൗൺ ഇൻ ഏത് ഇൻ്റർവെല്ലാണ്? 0 2 എന്നുള്ള ഇൻ്റർവെല്ലിൽ അത് കോൺകേവ് ഡൗൺ ആണ്. അടുത്ത ഇൻ്റർവെല്ലിൽ 2 ഇൻഫിനിറ്റി ആണ്. ഇൻ 2 ഇൻഫിനിറ്റി എന്നുള്ള ഇൻ്റർവെല്ലിൽ നമുക്ക് 2ന് ശേഷം വരുന്ന ഒരു ചെക്ക് പോയിന്റ് 3 കൊടുക്കാം. എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് നമ്മുടെ കയ്യിലുണ്ട്. 12x² മൈനസ് 24x. എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സിൻ്റെ പ്ലേസിൽ 3 കൊടുക്കാം. ദാറ്റ് ഈസ് 12 ഇൻറ്റു 3² മൈനസ് 24 ഇൻറ്റു 3. അപ്പോൾ അതെന്തായിരിക്കും? 12 ഇൻറ്റു 9 മൈനസ് 24 ഇൻറ്റു 3. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. 29 18 8 ശിഷ്ടം 1 9 1 10 ശരിയല്ലേ? 108 ആണോ നോക്കിക്കേ. 9 9 20 18 8 ശിഷ്ടം 1 9 9 1 10 മൈനസ് 3 4 12 2 ശിഷ്ടം 1 23 6 1 7. 108 72 കുറച്ചാൽ ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ എന്താണ്? ദെർഫോർ എഫ് ഈസ് കോൺകേവ് അപ്പാണോ ഡൗൺ ആണോ? ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അപ്പ്. കോൺകേവ് അപ്പ് ഇൻ ഏത് ഇൻ്റർവെൽ ആണ്? 2 ഇൻഫിനിറ്റി. ഇത് ഞാൻ ആദ്യമേ പറഞ്ഞു. ഒരെണ്ണം കിട്ടിയപ്പോൾ ബാക്കി ഞാൻ ഓൾറെഡി പറഞ്ഞു. -ഇൻഫിനിറ്റി 0ൽ കോൺകേവ് അപ്പാണ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ 0 2ൽ കോൺകേവ് ഡൗണും അടുത്ത 2 to ഇൻഫിനിറ്റിയിൽ കോൺകേവ് അപ്പും ആയിരിക്കും. അപ്പോൾ ഇത് 3 ഇൻ്റർവെല്ലായിട്ട് നമ്മൾ ആൻസർ കൺഫേം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഡിറ്റർമിൻ ദ കോൺകേവിറ്റി ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ln(x) ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ 0. എക്സ് ഗ്രേറ്റർ ദാൻ 0ൽ ln(x)ന്റെ കോൺകേവിറ്റി ഡിറ്റർമിൻ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ എ പാർട്ടിൽ 3 മാർക്ക് സെക്ഷനിൽ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഓക്കെ, കാരണം ഇത് ടെക്സ്റ്റ് സോൾവ് ചെയ്തിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ln(x) ആണ്. ഇപ്പോൾ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എഫ് ഡാഷ് എക്സ് എടുത്താൽ ln(x) ഡെറിവേറ്റീവ് 1/x. സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എഫ് ഡബിൾ ഡാഷ് എക്സ് എടുത്താൽ 1/x ഡെറിവേറ്റീവ് -1/x². x² ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ 1/x² ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ഓക്കെ, ഇവിടെ x ഗ്രേറ്റർ ദാൻ 0 എന്ന് അവർ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ -1/x² എന്തായിരിക്കും? പോസിറ്റീവായിട്ടുള്ള എല്ലായ്പ്പോഴും പോസിറ്റീവായിട്ടുള്ള ഒരാളുടെ കൂടെ നെഗറ്റീവ് ചേർത്താൽ അത് എല്ലായ്പ്പോഴും നെഗറ്റീവ് ആയിരിക്കും അല്ലേ? -1/x² ഈസ് ഓൾവേസ് എന്താണ്? ഓൾവേസ് ലെസ് ദാൻ 0 ആണ് അല്ലേ? ദെർഫോർ എഫ് ഡബിൾ ഡാഷ് എക്സ് ഈസ് ഓൾവേസ് ലെസ് ദാൻ 0. ലെസ് ദാൻ 0 ഓൾവേസ് എന്ന് പറയാം. എല്ലായ്പ്പോഴും എന്തായിരിക്കും? എഫ് ഡബിൾ ഡാഷ് എക്സ് ലെസ് ദാൻ 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എല്ലായ്പ്പോഴും സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ലെസ് ദാൻ 0 ആണെങ്കിൽ ആ ഫംഗ്ഷൻ പൂർണ്ണമായിട്ടും കോൺകേവ് ഡൗൺ ആയിട്ടുള്ള ഫംഗ്ഷൻ ആയിരിക്കും. ദെർഫോർ എഫ് ഓഫ് എക്സ് ഈസ് ഓൾവേസ് എന്തായിരിക്കും? കോൺകേവ് ഡൗൺ. കോൺകേവ് ഡൗൺ പൂർണ്ണമായിട്ടും എല്ലായ്പ്പോഴും കോൺകേവ് ഡൗൺ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആയിരിക്കും എന്ത്? എഫ് ഓഫ് എക്സ്. ക്ലിയർ അല്ലേ? അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് ഈസ് കോൺകേവ് ഡൗൺ ഫോർ ഓൾ ഡൊമൈൻസ് ഓഫ് എക്സ്. എക്സിന്റെ എല്ലാ ഡൊമൈനിലും എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്തായിരിക്കും? കോൺകേവ് ഡൗൺ ആയിരിക്കും. ഓൾവേസ് കോൺകേവ് ഡൗൺ ഫോർ ഓൾ ഡൊമൈൻസ് ഓഫ് എക്സ്. എല്ലാ ഡൊമൈനിലും, ഓൾ ഡൊമൈൻസ് ഓഫ് എക്സ്. എക്സിന്റെ എല്ലാ ഡൊമൈനിലും ഈ ഫംഗ്ഷൻ എന്തായിരിക്കും? കോൺകേവ് ഡൗൺ ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ദ കോസ്റ്റ് സി ഓഫ് എക്സ് ഇൻ ഡോളേഴ്സ് ടു പ്രൊഡ്യൂസ് എക്സ് യൂണിറ്റ്സ് ഓഫ് എ പ്രോഡക്റ്റ് ഈസ് ഗിവൺ ബൈ സി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 100 പ്ലസ് 25x പ്ലസ് 0.5x². അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ്റെ എ പാർട്ടിൽ അവർ ആവശ്യപ്പെടുന്നത് എന്താണ്? ഫൈൻഡ് ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് ദ കോസ്റ്റ് ഫംഗ്ഷൻ. കണ്ടുപിടിക്കാമല്ലോ. സി ഡാഷ് എക്സ് ഫസ്റ്റ് ഡെറിവേറ്റീവ് 100 ഡെറിവേറ്റീവ് 0, 25 ഇൻറ്റു എക്സിൻ ഡെറിവേറ്റീവ് 1, 0.5 ഇൻറ്റു x² ഡെറിവേറ്റീവ് 2x. ഇപ്പോൾ എന്താ വരുന്നത്? 25 പ്ലസ് 2 ഇൻറ്റു 0.5 എന്ന് പറഞ്ഞാൽ 0.5ൻ്റെ ഇരട്ടി 1 ആണല്ലോ. അപ്പോൾ എക്സ് വരും 25 പ്ലസ് എക്സ്. ഓക്കെ. സി ഡബിൾ ഡാഷ് എക്സ് പറഞ്ഞേ 25 ഡെറിവേറ്റീവ് 0, എക്സിൻ ഡെറിവേറ്റീവ് 1. അതിൻ്റെ ആൻസർ എന്താ വരുന്നത്? 1 ആണ് ആൻസർ വരുന്നത്. ഓക്കെ. 1 എന്ന് പറഞ്ഞാൽ ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ ഈ ഫംഗ്ഷൻ എന്തായിരിക്കും? എല്ലായ്പ്പോഴും കോൺകേവ് അപ്പായിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആയിരിക്കും. ഓക്കെ. ഇപ്പോൾ കോൺകേവിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ സിൻസ് ദ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ഗ്രേറ്റർ ദാൻ 0, സി ഡബിൾ ഡാഷ് എക്സ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0 ഓൾവേസ് ആയതുകൊണ്ട് സി ഓഫ് എക്സ് ഈസ് കോൺകേവ് അപ്പ് ഫോർ ഓൾ ഡൊമെയിൻ, ഫോർ ഓൾ ഡൊമെയിൻസ് ഓഫ് എക്സ്. എക്സിൻ്റെ എല്ലാ ഡൊമെയിനിലും എഫ് ഓഫ് എക്സ് സി ഓഫ് എക്സ് എന്ന് പറഞ്ഞ കോസ്റ്റ് ഫംഗ്ഷൻ എന്തായിരിക്കും? കോൺകേവ് അപ്പ് ആയിരിക്കും അല്ലേ? എല്ലാ ഡൊമെയിനിലും കോൺകേവ് അപ്പ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ഡൊമെയിനിലും പൂർണ്ണമായും കോൺകേവ് അപ്പ് ആണെങ്കിലോ അല്ലെങ്കിൽ പൂർണ്ണമായും കോൺകേവ് ഡൗൺ ആണെങ്കിലോ എന്തുണ്ടാവില്ല? പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ഉണ്ടാവില്ല. പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺകേവ് അപ്പിൽ നിന്നും കോൺകേവ് ഡൗണിലേക്ക് മാറുന്ന വ്യതിചലിക്കുന്ന ആ ഒരു പർട്ടിക്കുലർ പോയിന്റിനെയാണ് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പം എല്ലായ്പ്പോഴും കോൺകേവ് അപ്പായിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണെങ്കിലോ അല്ലെങ്കിൽ എല്ലായ്പ്പോഴും കോൺകേവ് ഡൗൺ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണെങ്കിലോ എന്തുണ്ടാവില്ല? പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ഉണ്ടാവില്ല. ഇപ്പോൾ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ചോദിക്കുകയാണെങ്കിൽ അതും കൂടെ എഴുതി വെക്കണം. സിൻസ് സി ഓഫ് എക്സ് ഈസ് ഓൾവേസ് കോൺകേവ് അപ്പ് ദർ ഈസ് നോ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് എഴുതി വെക്കണം. അത് ചോദിക്കാൻ വളരെ സാധ്യതയുണ്ട്. ഒരു ക്വസ്റ്റിനകത്ത് അത് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ഇതേപോലെ ഒരു ക്വസ്റ്റൻ ആണ്, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്തിടാഞ്ഞത്. അതിനകത്ത് അവർ ഇൻഫ്ലക്ഷൻ ചോദിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ എഴുതി വെക്കേണ്ടത് എന്താണ്? ഇൻഫ്ലക്ഷൻ ചോദിച്ചാൽ എത്ര എഴുതേണ്ടുള്ളൂ? എന്താണ്? സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അത് പൂർണ്ണമായും കോൺകേവ് അപ്പ് ആവുകയും അവിടെ ഒരു പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ഇല്ലാതാവുകയും ചെയ്യുന്നു. ദർ ഈസ് നോ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതി വെക്കണം. പൂർണ്ണമായും കോൺകേവ് ഡൗൺ ആണെങ്കിലും അത് തന്നെയാണ് റിസൾട്ട്. പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ഉണ്ടാവുന്നില്ല. ഒരു പർട്ടിക്കുലർ ഇന്റർവെലിന് ശേഷം അത് കോൺകേവ് അപ്പിലേക്കോ കോൺകേവ് ഡൗണിലേക്കോ മാറുകയാണെങ്കിൽ മാത്രമാണ് ഒരു ഇന്റർവെല്ലിൽ കോൺകേവ് അപ്പും മറ്റൊരു ഇന്റർവെല്ലിൽ നമ്മൾ കോൺകേവ് ഡൗൺ എന്നും എടുത്തു പറയേണ്ടി വരിക. ഓക്കെ ആണെന്ന് വിചാരിക്കട്ടെ. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമുക്ക് ഈ പറയുന്ന ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് നമ്മുടെ അടുത്ത മൊഡ്യൂളുമായിട്ട് കാണാം. അണ്ടിൽ ദെൻ ടാറ്റ ബൈ ബൈ.